മലപ്പുറത്തെ അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് അടച്ചുപൂട്ടണമെന്ന് മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ ഭീഷണി. ഓഫ് ക്യാമ്പസ് സെന്ററിന് കൂടുതൽ ധനസഹായം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തോടാണ് മന്ത്രി ഭീഷണി സ്വരത്തിൽ ഇക്കാര്യം പറഞ്ഞത്. കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം എത്തിയ അലിഗഡ് സർവകലാശാല വൈസ് ചാൻസലറെ സ്മൃതി ഇറാനി അപമാനിച്ചിറക്കി വിടുകയും ചെയ്തു. ജനുവരി 8-നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംഘവും മലപ്പുറം അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസിന് കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയെ കണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിക്കും സംഘത്തിനും അപ്രതീക്ഷിതമായ സ്വീകരണമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. അലിഗഡ് സർവകലാശാല ആരംഭിച്ച ഓഫ് ക്യാമ്പസുകൾ നിയമപരമായി നിലനിൽക്കില്ലെന്നും സർവകലാശാല വിസി എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫ് ക്യാമ്പസുകൾ അനുവദിച്ചതെന്നും സ്മൃതി ഇറാനി മുഖ്യമന്ത്രിയോടും സംഘത്തോടും ചോദിച്ചു. ഇത്തരത്തിൽ ആരംഭിച്ച മലപ്പുറം അടക്കമുള്ള എല്ലാ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുമെന്നും കേന്ദ്രമന്ത്രി സംഘത്തോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അവരാദ്യം പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെ സെന്റർ തുടരാനേ പറ്റില്ല, അങ്ങനെ തുടരാൻ അവകാശമില്ല, പിന്നെ നിയമപ്രകാരം പാടില്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഞങ്ങളതിൻ്റെ ഞാനുണ്ടായിരുന്നു അതിൽ മീറ്റിങ്ങിൽ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. പക്ഷേ അവർ അതൊന്നും യാതൊന്നും തന്നെ വഴങ്ങിയില്ല. വി വിൽ വൈൻഡ് അപ്പ് ദിസ് എന്നൊക്കെ അവർ പറഞ്ഞു. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയ സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയടക്കമുള്ള സംഘം വീണ്ടും കണ്ടു. അന്നും ഇതേ നിലപാട് ആവർത്തിക്കുകയും ഓഫ് ക്യാമ്പസിന് ഒരു അധിക സഹായവും നൽകില്ലെന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവർ കുറച്ചുകൂടി ഒരു സ്വരം വേറെ മാറ്റി. അവർ പറഞ്ഞു, നോ, നിങ്ങളിപ്പോൾ അവിടെ നിന്നോ, ഞങ്ങൾ വി ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ഡൽഹിയിൽ നിന്ന് അവർ പറഞ്ഞിരുന്ന സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ സ്ഥാപനം തന്നെ വേണ്ടെന്നാണ്. ജനുവരി 8-ന് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം അലിഗഡ് വിസി സമീറുദ്ദീൻ ഷാ സ്മൃതി ഇറാനിയുടെ ഓഫീസിലെത്തിയിരുന്നു. താങ്കളെ ആരാണ് ക്ഷണിച്ചതെന്നും കേരള മുഖ്യമന്ത്രിയല്ല മാനവവിഭവശേഷി മന്ത്രാലയമാണ് ശമ്പളം തരുന്നത് എന്ന കാര്യം മറക്കരുതെന്നും പറഞ്ഞ വിസിയെ മുറിയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഇറക്കിവിടുകയും ചെയ്തു. സവാദ് മുഹമ്മദ്, മീഡിയ 1, ഡൽഹി.